നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കശ്മീരിൻ്റെ ഭാഗമായ പാക് അധീന കശ്മീർ അതിപ്പോൾ നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാക് അധീന കശ്മീർ എന്ന് വിളിക്കുന്നത്. പാക് അധീന കശ്മീരിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബഹുജന പ്രക്ഷോഭം തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ആ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി പാക് അധീന കശ്മീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരമായ റാവൽകോട്ട് മാറുകയാണ്. റാവൽകോട്ട് നഗര ഹൃദയങ്ങൾ മുഴുവൻ കത്തിയെരിയുകയാണ്. പ്രക്ഷോഭകർക്ക് നേരെ വലിയ ക്രൂരമായ അതിക്രമമാണ് അവിടുത്തെ പോലീസും പട്ടാളവും എല്ലാം കാട്ടുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം 27-ാം തീയതി 5000-ത്തിലധികം ജനങ്ങൾ പങ്കെടുത്ത ഒരു മാർച്ചാണ് റാവൽകോട്ടിലേക്ക് നടന്നത്. ഈ മാർച്ചിന് നേരെയാണ് പോലീസ് അതിക്രൂരമായ ആയുധ പ്രയോഗം നടത്തിയിരിക്കുന്നത്. വെടിവെപ്പിലും അതുപോലെ തന്നെ മറ്റ് പോലീസ് അതിക്രമങ്ങളിലുമെല്ലാം ഇതിനോടകം തന്നെ 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിൽ, അവരാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ ചോദിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് വെടിയുണ്ടകളെ നേരിടേണ്ടി വരികയാണ്. 30 പേർ മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും 100 കണക്കിന് ആളുകൾക്കാണ് വെടിയേറ്റിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ ശരീരത്തിൽ വെടിയുണ്ടകളുമായി ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഡോക്ടർമാർ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഈ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം അത് യഥാർത്ഥത്തിൽ വെടികൊണ്ട് കൊള്ളുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ എണ്ണത്തേക്കാൾ വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രികൾ വിലയിരുത്തുന്നത്. കാരണം ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിനെ പാകിസ്ഥാൻ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെടിയേറ്റ് ആശുപത്രിയിൽ ചെന്നാൽ അവർക്കെതിരെ കേസുകളും മറ്റും എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായി മറ്റ് ചില ചികിത്സാ കേന്ദ്രങ്ങളിലെത്തി വെടികൊണ്ടവർ ചികിത്സ തേടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അത്രമാത്രം ക്രൂരമായ അതിക്രമമാണ് പാക് പട്ടാളവും പോലീസും ചേർന്ന് പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഇതിനെ ഇന്ത്യ അതിശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. തീർത്തും മനുഷ്യത്വരഹിതമായ സമീപനമാണ് പാകിസ്ഥാൻ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഭരണകൂടം കാട്ടുന്നത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആരോപണം. ശരിക്കും 2 യഥാർത്ഥ കാരണങ്ങളാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിലുള്ളത്. അതിലൊന്ന് ഈ അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം അത് വളരെയധികം ക്ലേശകരമായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിലക്കയറ്റം തന്നെയാണ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണമെങ്കിൽ വൻ വില അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ഗോതമ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അത് വളരെ വലിയ രീതിയിൽ അത് ഉയർന്നിരിക്കുന്നു. മാത്രമല്ല വൈദ്യുതി പോലെയുള്ള പദാർത്ഥങ്ങൾ അതിനും വലിയ വില അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു. സത്യത്തിൽ അവരുടെ വരുമാന മാർഗം അത് തുച്ഛമാണ്. വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തത് കാരണം അവിടുത്തെ വരുമാന മാർഗം വളരെയധികം തുച്ഛമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾക്കടക്കം വലിയ വില കൊടുക്കേണ്ടി വരുന്നത്, വിലക്കയറ്റം അതിരൂക്ഷമായി മാറുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. വർഷങ്ങളായി അവരുടെ പ്രതിഷേധവും ഇതിനുവേണ്ടി തന്നെയാണ്. പാക് ഭരണകൂടം ഈ പാക് അധീന കശ്മീരിലെ ജനങ്ങളെ വലിയ രീതിയിൽ വഞ്ചിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ജമ്മു കാശ്മീർ, ഇന്ത്യയുടെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള നിക്ഷേപം വരുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലുകൾ ലഭിക്കുന്നുണ്ട്. അവരുടെ വരുമാന മാർഗം വർദ്ധിച്ചു. അങ്ങനെ കശ്മീർ സമ്പൽ സമൃദ്ധിയിലേക്ക് മടങ്ങുന്നു. ഈ സാഹചര്യത്തിൽ വറുതിയിലേക്കും പട്ടിണിയിലേക്കും പോവുകയാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള, പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പാക് ഭരണകൂടത്തിനെതിരെ പാക് അധീന കശ്മീരിൽ നിന്നും ഉയരുന്നത്. മാത്രമല്ല ഈ പ്രതിഷേധത്തിൻ്റെ രണ്ടാമത്തെ കാരണമെന്നത് രാഷ്ട്രീയ അധികാരങ്ങളാണ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയമായ അധികാരം നൽകാം എന്ന ഒരു ഉറപ്പിന്മേലാണ് പാകിസ്ഥാൻ അവരെ ഈ ഭൂവിഭാഗത്തെ കൈവശം വച്ചിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ അധികാരത്തെ പാകിസ്ഥാൻ ഭരണകൂടം അട്ടിമറിക്കുന്നുവെന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. അവർ പറയുന്ന കാരണം ഇതാണ്: പാക് അധീന കശ്മീരിനെ ഭരിക്കുന്നത് റീജിയണൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അതായത് അവിടുത്തെ ഒരു നിയമസഭ, ആ ജനപ്രതിനിധി സഭ എന്നൊക്കെ പറയാം. ഈ നിയമസഭയിൽ ഏതാണ്ട് 45 സീറ്റുകളാണുള്ളത്. ഇതിൽ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 45 സീറ്റുകളാണുള്ളത്. ഇതിൽ 33 സീറ്റുകൾ ജനറൽ സീറ്റുകളാണ്. ബാക്കി 12 സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഈ 12 സീറ്റുകൾ ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ജമ്മു കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായിട്ടാണ് പാകിസ്ഥാൻ സംവരണം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും അത്രമാത്രം അഭയാർത്ഥികളൊന്നും അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 12 സീറ്റുകളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് തൽപരരായ ആളുകളെ തിരികെ കയറ്റുന്നു. അങ്ങനെ ഈ 12 സീറ്റുകൾ
സീറ്റുകളെ പാകിസ്ഥാൻ ഭരണകൂടം ജനവിധി അട്ടിമറിക്കാനായി ഉപയോഗിക്കുന്നു. ഈ 12 സീറ്റുകൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇവർ ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ചാണ്. പാക് അധീന കശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഈ മാസം നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഈ അക്രമ സംഭവങ്ങൾക്കിടയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയില്ല. എങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നാലും 12 സീറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനവിധിയെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നത്. അതിൽ കൂടാതെ 8ഓളം വരുന്ന നോമിനേഷൻ സീറ്റുകളുമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അസംബ്ലി ഭരണകൂടത്തെ, പാക് അധീന കശ്മീരിൻ്റെ ഭരണകൂടത്തെ പാകിസ്ഥാൻ അട്ടിമറിക്കുകയാണ്. ഇതിനെതിരെ കൂടിയാണ് ഇപ്പോൾ വലിയ ജനകീയ പ്രക്ഷോഭം പാകിസ്ഥാനിൽ നടക്കുന്നത്. എന്നാൽ പാക് അധീന കശ്മീരിലെ ഈ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ ശക്തമായി തന്നെ അടിച്ചമർത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഈ ഘട്ടം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഇടപെടൽ നടത്തിയാൽ പാക് അധീന കശ്മീർ ഇന്ത്യ തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാക് അധീന കശ്മീരിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുക, ഇന്ത്യൻ അതിർത്തികളിൽ വലിയ സൈനിക വിന്യാസം നടത്തുക, മാത്രമല്ല ഈ സമരത്തെ എത്രയും വേഗം അടിച്ചമർത്തുക, ഇതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം. പക്ഷേ ഈ സമരത്തെ അടിച്ചമർത്താൻ അത്രമാത്രം എളുപ്പത്തിൽ അവർക്ക് സാധിക്കുന്നില്ല. റാവൽകോട്ടിൽ വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ നടക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾക്ക് ഈ പോലീസ് അതിക്രമത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. 30ഓളം പേർ മരിച്ചു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്.